a family traveled through the misfortunes of life. That is the story of the book of Ruth. ഒരു കുടുംബം നടത്തിയ ദൗർഭാഗ്യങ്ങളുടെ കഥയാണ് റൂത്തിന്റെ പുസ്തകമെന്ന് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തോ ഞാൻ പറഞ്ഞേ, മിസ്ഫോർച്യൂൺസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ദൗർഭാഗ്യങ്ങളിലൂടെ കടന്നുപോയൊരു കുടുംബത്തെയാണ് ഈ പുസ്തകം നമ്മ മുമ്പിൽ അവതരിപ്പിക്കുക. അങ്ങനെ ആ പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, അതല്ല രൂത്തിന്റെ പുസ്തകം. The divine love of God is overflowing through the 4 chapters of Ruth. ദൈവസ്നേഹത്തിൻ്റെ നദി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി തീരങ്ങളെ നനയ്ക്കുന്ന പുസ്തകമാണ് റൂത്തിന്റെ പുസ്തകം. ആ കൊച്ചു വാക്കുകൾ നമ്മൾ ഗ്രഹിക്കണം. എന്തുവാ? The divine love of God is overflowing. ലോകപ്രശസ്തനായ പ്രസംഗകരുടെ പ്രസംഗകൻ എന്നറിയപ്പെടുന്ന സ്പർജൻ ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത് 3 വാക്കുകൾ കൊണ്ടാണ്. അദ്ദേഹം പറയുന്നു, The book of Ruth unveils Friday, Saturday and Sunday of Christian life. Hallelujah. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് റൂത്തിന്റെ പുസ്തകം. അവസാനം പറഞ്ഞത് പിടികിട്ടിയോ? കാണത്തില്ല. എന്താ? ഒരു വാക്കൂടെ പറയും, പിടികിട്ടും. ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ, ചന്തയിൽ പോകുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഈ 3 വാക്ക് പറഞ്ഞിട്ട് ഇഞ്ഞ് പോരുന്നാൽ മതി. എന്തുവാ? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അയാൾ നമ്മുടെ പുറകെ വരും എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി. വാട്ട് ഡു വി മീൻ ബൈ ദാറ്റ്? ഈ 3 വാക്കാണ് ക്രിസ്തീയ ജീവിതം. ഫ്രൈഡേ എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. വാട്ട് ഡു വി മീൻ ബൈ ഫ്രൈഡേ? വെള്ളിയാഴ്ച നമുക്ക് എന്തോ സംഭവിച്ചു അല്ലേ? കർത്താവിന് എന്തോ സംഭവിച്ചു? എന്തുവാ? യേശു ക്രിസ്തുവിനെ ഇന്ന് അവസാനമായിട്ടത് പറഞ്ഞേക്കണം. ഇനി മേലാൽ അങ്ങനെ പറയരുത്. ശരിയാ. വെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശിച്ച ദിവസമല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാ, സാൽവേഷൻ അക്കംപ്ലിഷ്ഡ്, ദാറ്റ് ഈസ് ഫ്രൈഡേ. എനിക്ക് രക്ഷ കിട്ടിയ ദിവസത്തിൻ്റെ പേരാണ് എന്തുവാ? വെള്ളിയാഴ്ച. അവനെ ക്രൂശിച്ച ദിവസമല്ല, എനിക്ക് രക്ഷ കിട്ടിയ ദിവസം. ആ വെള്ളിയാഴ്ച ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും പാപത്തിൽ ജീവിക്കുമായിരുന്നു. ഇല്ലേ? ശരി. എന്തുവാ? പിടി കിട്ടി. എന്തുവാ? വെള്ളിയാഴ്ച. അടുത്ത വാക്ക് എന്തുവാ? ശനിയാഴ്ച. ശനിയാഴ്ച എന്തോ? ശനിയാഴ്ച കർത്താവിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ക്രൂശിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? കല്ലറയിൽ കൊണ്ടുപോയി. അല്ലേ? കല്ലറ. കല്ലറ എന്ന വാക്കിന് അർത്ഥം എന്തുവാ? ഇച്ചിരൂടെ നല്ലതായിട്ട് പറയാം, വിശ്രമസ്ഥലം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും കല്ലറ. എല്ലാ കല്ലറയിലും ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? നോ എക്സിറ്റ്. എന്തുവാ എന്ന് പറഞ്ഞ? എല്ലാ വഴിയും അടഞ്ഞു പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എന്തുവാ? കല്ലറ. ഇല്ലയോ? അതുകൊണ്ട് അച്ഛന്മാർ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ആരും ഇവിടെ നിൽക്കണ്ട, എല്ലാവരും പോയി പരിപ്പൂടെയും പഴമൊക്കെ തിന്നിട്ട് പോയിക്കോളം പറയും. കാരണം എന്താ? കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല. നോ എക്സിറ്റ്സ്. അടുത്തൊരു വാക്കിൻ്റെ ഉത്തരം നിങ്ങളാ പറയണ്ടേ. സൺഡേ. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതെ, നിങ്ങൾ കുറച്ചുകൂടെ മെതഡിസ്റ്റുകാരായതുകൊണ്ട് ഇച്ചിരൂടെ ദൈവശാസ്ത്രം ഞങ്ങളെക്കാൾ ഇച്ചിരൂടെ കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇച്ചിരൂടെ ചെറുതായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച എന്ന വാക്കിൻ്റെ അർത്ഥം
ഒരു ലളിതമായ വാക്കാണ്. There is a way. ഹല്ലേലൂയ. എനിക്കും നിനക്കും ഒരു വഴിയുണ്ടെന്ന് പറയുന്ന ദിവസമാണ് ഞായറാഴ്ച. ഈ രാത്രി ഏറ്റവും പുറകിലിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ ആലയത്തിൽ ഇന്ന് ആരാധനയെ സംബന്ധിക്കുന്നവരോട് ഞാൻ ഉറപ്പായി പറയട്ടെ, ആരെങ്കിലും ഇതിൻ്റെ വാതിലിലൂടെ എൻ്റെ വഴികളെല്ലാം അടഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, ആ ക്രൂശിക്കപ്പെട്ടവൻ നിന്നോട് പറയുന്നുണ്ട്, നിനക്കൊരു വഴിയുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കൊരു നന്ദി പറയാമോ കർത്താവിനോട്? ഞാനൊരു വാക്കൂടെ പറയട്ടെ, ശരിയായി ആരാധിക്കുന്നവൻ്റെ മുമ്പിൽ വഴിയുണ്ട്. നീ 2 മണിക്കൂർ കൈകൂപ്പി നിൽക്കുന്നവനാണെങ്കിൽ അവൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് ഒരു വഴിയാണ്. ഞാൻ പറയട്ടെ, ഈ ആരാധന, ഓരോ ആരാധനയും നമ്മെ കർത്താവ് വിളിക്കുന്നത് ഒരു വഴിയുണ്ടെന്ന് പറയാനാണ്. ഹല്ലേലൂയ. അപ്പോൾ രൂത്തിൻ്റെ പുസ്തകം 3 വാക്കുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുക. എന്തുവാ? വെള്ളിയാഴ്ചയുണ്ട്, ശനിയാഴ്ചയുണ്ട്, ഞായറാഴ്ചയുണ്ട്. ഇത് 3 കടന്നു പോകാത്തവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു കൊച്ചു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. ഒരു രക്ഷകനായി തീരണമെങ്കിൽ there are bleeding points. മുറിവേൽക്കാത്തവർക്കാർക്കും രക്ഷകരായിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ തോതിലെങ്കിലും ചില മുറിവുകളോടുകൂടെ ഈ യാത്ര ചെയ്യുന്നവരാ. എത്രയോ തവണ നമ്മുടെ മുമ്പിൽ പല വാതിലുകൾ ഇന്നും അടഞ്ഞു കിടക്കുന്നു. തീർന്നില്ല. നമുക്ക് ഉച്ചത്തിൽ പറയാനില്ലേ, ഇവിടേക്ക് നോക്കി നിന്ന് ഒരുപാട് അവസരങ്ങളിൽ കർത്താവെ, നീ തുറന്നു തന്ന വാതിലുകളും നിനക്കൊരു വഴിയുണ്ടെന്ന് പറയുകയും ചെയ്തത് കേൾക്കുവാനുള്ള ആയുസിൻ്റെ ഭാഗ്യം എത്രയോ വലുതാണ്. കൈയൊന്ന് ഉയർത്തിക്കെ, ഒരു നന്ദി പറഞ്ഞേ കർത്താവിനോട്, ഒരു ഉറപ്പോടൊരു കർത്താവിനൊരു സ്തോത്രം പറഞ്ഞേ. കർത്താവെ, ഈ ആരാധനയിൽ ഞങ്ങൾക്കൊരു വഴിയുണ്ട് നിശ്ചയം. ഞാൻ ആരാധിക്കുന്നവന് എനിക്കൊരു വഴി പറഞ്ഞു തരുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഈ 3 കൊച്ചു വാക്കുകളെയാണ്. എന്ത്? ഒരു ഭവനം കടന്നുപോയ ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. 3 പ്രധാനപ്പെട്ട ധ്യാനങ്ങൾ ഈ രാത്രി നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരു കുടുംബത്തോട് കർത്താവ് ചെയ്ത 3 തിരുത്തിയെഴുത്തലുകൾ, റീറൈറ്റിംഗ് ഓർ റീഡിസൈനിങ് ഓഫ് 3 നറേറ്റീവ്സ്. ഒരു കുടുംബം പറഞ്ഞുകൊണ്ടിരുന്ന 3 കഥകളെ വ്യത്യസ്തമായ കഥകളാക്കി തിരുത്തി എഴുതിയ ഒരു സർവശക്തനെയാണ് നമ്മൾ ഈ രാത്രി പരിചയപ്പെടാൻ പോകുക. ഞാൻ അതൊന്ന് ധ്യാനിക്കാനായി നിങ്ങളെയും ചേർന്ന് ക്ഷണിക്കുകയാണ്. ദൈവം അതിന് കൃപ തരട്ടെ. ഈ പുസ്തകത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ ഇല്ലേ? ഒരു വാക്കിലൊന്ന് റിമൈൻഡ് ചെയ്തിട്ട് ഞാൻ പോകാം. ഇടയ്ക്ക് ഞാൻ ഈ കഥ പറയുന്നില്ല, അതുകൊണ്ടാണ്. ചേർത്ത് പറയണേ ചെവിയ സംഘക്കാരൊക്കെ ബാക്കി എന്നോട്. അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിൽ എന്തുണ്ടായി? ക്ഷാമമുണ്ടായി. എലീമേലെക്കും കുടുംബവും എങ്ങോട്ട് പോയി? എവിടെ പോയി? മോവാബിലേക്ക് പോയി. മോവാബിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? 3 പേർ മരിച്ചുപോയി. ആരൊക്കെയാ മരിച്ച്? പേര് പറ. എലീമേലെക്കും മഹ്ലോനും കില്യോനും. വെരി ഗുഡ്. 3 കല്ലറകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുടുംബം എന്ന് തീരുമാനിച്ചു, തിരികെ ബേത്ലഹേമിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചു അല്ലേ? ശരി. അവർ എവിടെ എത്തി? ബേത്ലഹേമിൽ എത്തി. അപ്പോൾ അവിടെ
ഏവക്കൊയ്ത്ത് നടക്കുന്ന കാലമായിരുന്നു. വെരി ഗുഡ്. ഇനി കഥ പറയണ്ട, ആ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് ഒരു കുടുംബത്തോട് അരുമനാഥനായ യഹോവ ചെയ്തതെല്ലാം? ഈ രാത്രി നമുക്കിങ്ങനെ ആരംഭിക്കാം. ദൈവവേദലേ, ദൈവസന്നിധിയിൽ നീ നടത്തുന്ന മടക്കയാത്രകളെയെല്ലാം മഹത്വത്തിൻ്റെ യാത്രയാക്കി തീർക്കുന്നവനാണ് എൻ്റെ അരുമനാഥൻ. ഹല്ലേലൂയ. ആരൊക്കെ എൻ്റെ അരുമനാഥനോട് ചേർന്ന് ഒരു മടക്കയാത്രയ്ക്ക് താല്പര്യപ്പെടുമോ അവിടെയെല്ലാം അവൻ മഹത്വമണിയിക്കുന്നവനാണ്. ഈ രാത്രി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദിസ് നൈറ്റ് ക്യാൻ ബി എ നൈറ്റ് ഓഫ് റിട്ടേൺ ജേർണി. ആരൊക്കെ എൻ്റെ കർത്താവിനോട് ചേർന്ന് ഒന്ന് മടക്കയാത്ര ചെയ്യാൻ താല്പര്യപ്പെടുമോ അവിടെല്ലാം there is a glory, മഹത്വം അണിയിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഈ കുടുംബത്തെ ദൈവം അണിയിച്ച മഹത്വങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ ധ്യാന വിഷയം. ഒന്നാമത്തെ ദൂത്, യഹോവയായ ദൈവം ഈ കുടുംബത്തിൻ്റെ കഥകളെ തിരുത്തി എഴുതിയ ദൈവമാണ്. റീറൈറ്റിംഗ് ദ നറേറ്റീവ്സ് ഓഫ് ദ ഫാമിലി. ഈ രാത്രി നമ്മുടെ കുടുംബങ്ങളുടെ കഥകളെ തിരുത്തി എഴുതുവാൻ ആരുണ്ട്? ഒരു സർവശക്തൻ ഉണ്ട്. ഹല്ലേലൂയ. ഈ രാത്രി നമ്മളൊന്ന് പരിശോധിക്കാൻ പോവാ നമ്മുടെ കുടുംബത്തിൻ്റെ കഥകൾ. അതിനകത്തൊരല്പം മനഃശാസ്ത്രവും അല്പം ജീവിതാനുഭവങ്ങളും ഒക്കെ ചേർത്ത് വയ്ക്കാം. നമ്മൾ ഒരു കുടുംബത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഒരു കുടുംബം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഞാനിനി പറയാൻ പോകുന്ന 3 കഥകളിൽ ഏതെങ്കിലും ഒരു കഥ നമ്മുടെ കുടുംബത്തിൻ്റെ സ്വന്തമായിരിക്കും. ഒന്നാമത്തെ കഥ അസെൻഡിങ് നറേറ്റീവ്സ്. എന്തോ ഞാൻ പറഞ്ഞേ? മനസ്സിലാകുമോ ഞാൻ പറഞ്ഞേ? അസെൻഡിങ് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ അല്ലേ? നമ്മൾ ബോംബെ വരുമ്പോൾ ബോംബെക്ക് ഒരു കളറാണ് ഇപ്പോഴും സ്വന്തമായിട്ടുള്ളത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ബോംബെ? ഇത്ര നാൾ ഇവിടെ താമസിച്ചിട്ട് അറിയത്തില്ലയോ ബോംബെയുടെ കളർ എന്തുവാ? ഷെഫ്രോൺ. കേട്ടില്ല? അത് എല്ലാം ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്പം വ്യത്യസ്തമാണ്. ബോംബെയിൽ ഫ്ലൈറ്റ് വന്ന് ഏകദേശം ലാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ താഴോട്ട് നോക്കിയാൽ ഒരു കളറേ തെളിഞ്ഞു കാണത്തുള്ളൂ. ദറ്റ് ഈസ് ബ്ലൂ കളർ. എന്തുവാ? എവിടാ അത്? കേട്ടില്ല? കടലിലല്ല. അതെ, ഈ വലിയ ഫ്ലാറ്റിൻ്റെ ഇടയിലെ ലക്ഷക്കണക്കിന് ആളുകൾ നീല ഷീറ്റ് വിരിച്ചതിൻ്റെ കീഴിൽ താമസിക്കുന്നുണ്ട് മുംബൈയിൽ. ഇവിടെ കിട്ടിയിട്ടില്ലയോ? ഉണ്ട് അല്ലേ? ബോംബെയുടെ കളറ് ബ്ലൂവാ. നമ്മുടെയും എന്തോ അതാ ഫ്രം റാഗ്സ് ടു റിച്ചസ്. ഒന്നുമില്ലായ്മകളിൽ നിന്ന് എങ്ങോട്ട് പോയി? സർവശക്തൻ ഒറ്റമുറി വീടിനെ നോക്കി സേവികാ സംഘക്കാരി പലതവണ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്നാ എന്തോ ഒന്നൂടെ അല്ലേ, ഒന്നുകൂടെ എന്നാ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രം റാഗ്സ് ടു റിച്ചസ്. ഈ കഥയിൽ കർത്താവ് പറയുക, ജീവിതയാത്ര ഇങ്ങനെ മുൻപോട്ട് പോയി. നമ്മുടെ എല്ലാം കഥ അങ്ങനെ. ഞാൻ ഈ കൺവെൻഷന് പോകുമ്പോൾ ഊണ് കഴിക്കാൻ പോകുന്ന വീട്ടിൽ, ഇവിടുത്തെ കാര്യമല്ല, നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചെന്ന് കയറും. ഇപ്പം ചാക്കോ സാർ ഊണോ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ചോദിക്കും, സാറേ ഇപ്പോഴത്തെ വീട് ഡബിൾ സ്റ്റോറി, നേരത്തെ വീടോ? അല്ല,
സിംഗിൾ സ്റ്റോറി. എന്തുവാ? ഇപ്പോൾ ചാക്കോ സാർ ഇങ്ങനെ പറഞ്ഞങ്ങ് നിർത്തും. എന്തുവാ? ഇപ്പം ഡബിൾ സ്റ്റോറി, കുറച്ച് മുമ്പേ സിംഗിൾ സ്റ്റോറി. ഇത് പറഞ്ഞു നിർത്തി കഴിയുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ പറയും, സാറേ ഈ ഡബിൾ സ്റ്റോറിക്കും സിംഗിൾ സ്റ്റോറിക്കും പുറകിലൊരു സ്റ്റോറിയുണ്ട്. അതിൻ്റെ പേരെന്തുവാ? ബോംബെക്കാർക്ക് അറിയത്തില്ല. സാഡ് സ്റ്റോറി എന്ന് പറയും. എന്തുവാ? അറിയാവോ? അത് അറിയാം. സാഡ് സ്റ്റോറി. ചാക്കോ സാറേ, സാഡ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു സ്റ്റോറിയുണ്ട്. ഞാൻ ഈ രാത്രി ഒന്നാമത്തെ ഓർമ്മയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരിക. ഇപ്പോൾ എത്തി നിൽക്കുന്ന നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വന്ന നമ്മളോട് കർത്താവ് രാത്രി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ? വേദപുസ്തകത്തിൽ ഒരു ദൈവ പൈതൽ 2 ഓർമ്മകളിൽ നിൽക്കുകയാണ്. ഒന്ന് ഷോർട്ട് മെമ്മറി, 2 ലോങ് മെമ്മറി. എന്തുവാ? ഷോർട്ട് മെമ്മറി, ലോങ് മെമ്മറി. എന്തോ ഷോർട്ട് മെമ്മറി ലോങ് മെമ്മറിയും? മോശ എന്ന ഭക്തൻ ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇപ്പൊ കഴിക്കുന്ന ഒന്നും വലിയ ഗുണം ഇല്ല. വികാരി അച്ഛൻ 3 മിനിറ്റ് നേരം ഒന്നും മിണ്ടിയില്ല. നിങ്ങളുടെ വികാരി ഇടയ്ക്കിടയ്ക്ക് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചോണം. എന്തുവാ? ദൈവം നമ്പുരാൻ സംസാരിക്കുന്നുണ്ടെന്ന്. മോശ 3 മിനിറ്റ് ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരുന്നിട്ട് ജനത്തോട് പറഞ്ഞു, പ്രൗഢമായൊരു വാക്കാണ്, റിമെമ്പർ, ഓർക്കുക. 400 വർഷം നിങ്ങൾ അടിമകളായിരുന്നു. എൻ്റെ അരുമനാഥൻ നിങ്ങളെ വിടിവിച്ചെന്ന് മറന്നു പോകരുത്. ഇന്ന് ദൈവമക്കൾക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ പരാജയം ഈ 2 വാക്കില. എന്തുവാ? ലോങ് മെമ്മറിയിൽ ജീവിക്കേണ്ട ആളുകൾ ഷോർട്ട് മെമ്മറിയിൽ ജീവിക്കുന്നു. ഞാൻ സ്തോത്രം പറയാനൊരു വാക്ക് പറയട്ടെ. ദീർഘമായ ഓർമ്മയുള്ളവനെ എൻ്റെ അരുമനാഥനെ ആരാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ദീർഘമായ ഓർമ്മയുള്ളവർക്ക് മാത്രമേ എൻ്റെ കർത്താവിനെ പിന്തുടരുവാൻ കഴിയുകയുള്ളൂ. ഈ രാത്രി ഞാൻ പറയട്ടെ, ആരാധന എൻ്റെ ഓർമ്മകളുടെ സമർപ്പണമാണ്. മറക്കല്ലേ, ആരാധന എൻ്റെ ഓർമ്മകളുടെ സമർപ്പണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആലയത്തിൽ രാത്രി ദൈവശബ്ദം കേൾക്കുന്നവരെ, കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു ഈ ആരാധനയിൽ, എന്താ? ആർ യു ലിവിങ് ഇൻ ഷോർട്ട് മെമ്മറി ഓർ ഇൻ ലോങ് മെമ്മറി? ദീർഘമായ ഓർമ്മയുള്ളവർ എൻ്റെ കർത്താവിനെ ആരാധിക്കും. ഈ രാത്രി ഒന്നാമത്തെ കഥ, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ഓർമ്മയുള്ള ആളാക്കി തീർക്കണേ. ക്രിസ്ത്യാനിക്ക് ഇപ്പോൾ പൊതുവേ ഒരു പുതിയ രോഗം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഡിമെൻഷ്യ എന്നാണ്. എന്താ വെച്ചാൽ ഡിമെൻഷ്യ. എന്തോ ഡിമെൻഷ്യയുടെ പ്രത്യേകത? നമ്മുടെ ബിജു അച്ഛൻ ഒരു വീട്ടിൽ പോയി, വല്യമ്മച്ചിയെ കാണാനാണ് പോയത്. 11:30 മണിക്ക് ചെന്നപ്പോൾ വല്യമ്മച്ചി കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്നാ അമ്മച്ചി 11:30 മണിക്ക് കട്ടൻ കാപ്പി? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്തോ പറയാനാ, ആ നിൽക്കുന്ന സാധനത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ആ നിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആരാ? കേട്ടില്ല? ഇവിടെ നിങ്ങൾ മരുമോളെ സാധനം എന്നാണോ വിളിക്കുന്നത്? പോട്ടെ, ആ നിൽക്കുന്ന സാധനത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. മരുമോൾ അച്ഛൻ്റെ മീറ്റിങ്ങിനൊക്കെ വരുന്ന ആളായതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. അന്നേരം അച്ഛൻ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ മരുമോൾ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ബിജു അച്ഛൻ മെടുക്കാനാണെങ്കിലും പെട്ടെന്ന് പിടികിട്ടിയില്ല. ഇത് നല്ലെന്ന് കാണിച്ചു. പിറ്റേ ചൊവ്വാഴ്ച സേവികാസംഘത്തിന് വന്നപ്പോഴാ ചോദിച്ചു, ലില്ലിക്കുട്ടി ഈ 4 ഇതെന്തുവാ എന്ന് ചോദിച്ചു. പറഞ്ഞോ, രാവിലെ 6 മണിക്ക് ഒരെണ്ണം, 8 മണിക്ക് ഒരെണ്ണം, 10-ന് ഒരെണ്ണം, 11:30 4-മത്തത് കുടിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ അമ്മച്ചിക്കൊരു കുഴപ്പമുണ്ടാ, ചുണ്ടേന്ന് കപ്പെടുത്താൽ ഉടനെ
മറന്നുപോകും. ആരാധന മറവികളുടെ വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ നിങ്ങളോട് പേഴ്സണലി ചോദിക്കട്ടെ, നീ ഓർക്കേണ്ടത് വല്ലതും മറന്നുപോയിട്ടുണ്ടോ? കർത്താവിനോടൊരു വാക്ക് രാത്രി എന്ന് പറയണേ, കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ദീർഘമായ ഓർമ്മയുള്ള ഒരു കുടുംബമായി നിൽക്കണേ. ഈ ആലയത്തെ ഒരു ദീർഘമായ ഓർമ്മയിലൂടെ നടത്തിക്കൊണ്ടു പോകുവാൻ എന്നോട് മനസ്സലിയണമേ. ഒന്നാമത്തെ കഥ അസെൻഡിങ് നറേറ്റീവ്. അവിടെ ഒരു സമർപ്പണ വാക്ക് ഞാൻ പറഞ്ഞു. എന്തുവാ? ദീർഘമായ ഓർമ്മയുള്ളവർക്കേ ആരാധനയുള്ളൂ. എവിടെങ്കിലും ആ പിഴവ് സംഭവിച്ചാൽ കർത്താവ് നമ്മളെ തിരികെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കഥ ഈസ് ഡിസെൻഡിങ് നറേറ്റീവ്. എന്തുവാ? ശ്രദ്ധിക്കുന്നോ ഞങ്ങൾ? എന്തുവാ ഡിസെൻഡിങ് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇങ്ങനെ പറയാം, ഫ്രം റിച്ചസ് ടു റാക്സ്. എന്തുവാ എന്ന് പറഞ്ഞ, ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴോ താഴോട്ട് പോവാ. എന്താ കാര്യം? ചോദിച്ചത് മനസ്സിലായോ? എന്തുവാ? ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം താഴോട്ട് പോവാ. എന്താ കാര്യം? നാടൻ ഭാഷയിലൊരു വാക്ക് പറയാം, കയ്യിലിരിപ്പുണ്ട. എന്തുവാ? ഞാനൊരു നാട്ടിൽ നിന്ന് വന്നായോണ്ട് നിങ്ങളുടെ അത്രയും സംസ്കാരം ഇല്ലാത്തതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാ, ക്ഷമിക്കണം കേട്ടോ. ഈ ആലയത്തിൽ ഈ കഥ പറയുന്ന കുറേ പേരുണ്ട്. എന്താ പറയുന്നറിയോ? ജീവിതശൈലി വ്യത്യാസപ്പെട്ടതുകൊണ്ട് അവരുടെ ഉള്ളിൽ രണ്ട് വാക്കുകളുണ്ട്, ആങ്കർ ആൻഡ് റിജക്ഷൻ. പള്ളി, പട്ടക്കാരൻ, വചനം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ രണ്ട് വാക്കുകളേ ഉള്ളൂ. എന്തുവാ? ആങ്കർ ആൻഡ് റിജക്ഷൻ. അവരെന്ത് പറയുന്നറിയോ? ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യം ഇല്ല, അതൊക്കെ അച്ഛൻ്റെ പണികളാണ്. ആരാധിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഇനി എന്ത് ഉപവസിച്ചിട്ട് കാര്യം? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വയം തകരുന്നവരും മറ്റുള്ളവരെ തകർത്തു കളയുന്നവരുമായ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് ദൈവാലയത്തിൻ്റെ നടുവിൽ ഉണ്ട്. ഞാൻ അവരോട് ഒരു വാക്ക് പറയട്ടെ. അവരുടെ നാവിൽ ഒരു ശബ്ദമുണ്ട്. എന്താ? ഓ. എന്തുവാ? ഞങ്ങളുടെ സഭയിലൊക്കെ പുതിയൊരു വാക്ക് ഇപ്പം വന്നിട്ടുണ്ട്. എന്താണെന്നറിയാം? ഓ എന്നാ. ജോളിയെ, എന്താ സേവിയാസംഘത്തിന് വരാത്തെ? ഓ. തോമാച്ചനെ എടോ മിഷന് കാണുന്നില്ലല്ലോ. ബാക്കി പറ. എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്ത. ഓ. അവിടെ ഞാൻ നിർത്തുക. അധികം പ്രസംഗിക്കാൻ ഇവിടെ ഇല്ലല്ലോ. ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഓ ഓ എന്ന് പറഞ്ഞവരൊക്കെ അയ്യോ എന്ന് വിളിക്കാൻ കാലമായി. തോന്നിയിട്ടുണ്ടോ? ഇതൊന്നും ഇല്ല. പ്രാർത്ഥന നിന്നുപോയ വീടുകൾ, ആരാധന തീർന്നുപോയ വീടുകൾ, കൈകൂപ്പാൻ മറന്നുപോയ വീടുകളോട് ഞാൻ രാത്രി പറയട്ടെ, പ്രാർത്ഥിച്ചതുകൊണ്ടേ ഗുണമുള്ളൂ, ആരാധിച്ചതുകൊണ്ടേ ഗുണമുള്ളൂ, വചനത്തിൽ ചേർന്ന് നിന്നതുകൊണ്ടേ ഗുണമുള്ളൂ. ഈ രാത്രി ആരെങ്കിലും പടിയിറങ്ങുന്ന കഥകൾ പറയുന്നുണ്ടെങ്കിൽ ഉച്ചത്തിലൊരു വാക്ക് തിരുത്തി പറയാം നമുക്ക് ഈ ആരാധനയിൽ. മാനം, മഹത്വം, സ്തോത്രം എൻ്റെ കർത്താവിന്. ഹല്ലേലൂയ. കൈയൊന്ന് ഉയർത്തിക്കേ. മാനം, മഹത്വം, സ്തോത്രം എൻ്റെ കർത്താവിന് മാത്രം. 3, there is an oscillating narrative.
ഭിത്തിയിലിരിക്കുന്ന ഫാൻ തുല്യം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ വീട്ടിൽ വൈകുന്നേരം പായിടുമ്പോൾ ഇടത്തും വലത്തും മക്കളുണ്ടാവും. ആ വീട്ടിലെ അപ്പൻ പറയുന്നൊരു കഥയാണിത്. അപ്പൻ പറയും, മക്കളെ, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ദൈവവേദന്റെ ജീവിതം ഉയർച്ച താഴ്ചകളിലാണ്. ആ വീട് പറയുക, ഇന്നലെ നമുക്കില്ലായിരുന്നു, ഇന്ന് നമുക്കുണ്ട്. നാളെ ഇത് പോകും, മറ്റന്നാൾ ദൈവം തരും. ഇനി ഉച്ചത്തിൽ സ്തോത്രം പറയാൻ 2 വാക്ക് പറയാം. ആ വീടെപ്പോഴും 2 വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കും: ഗ്രേസ് ആൻഡ് പ്രൈസ്. ഹല്ലേലൂയ. ഗ്രേസ് ആൻഡ് പ്രൈസ്. ദൈവമക്കളെ, നിന്നെ ഈ പട്ടണത്തിലാക്കിയിരിക്കുന്നത് ഈ 2 വാക്ക് പറഞ്ഞ് ജീവിക്കാനാണ്. മൈ സ്റ്റോറി ഈസ് ദ സ്റ്റോറി ഓഫ് ഗ്രേസ് ആൻഡ് പ്രൈസ്. കൃപയുടെയും സ്തുതിയുടെയും ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ. ഈ രാത്രി ഞാൻ നിങ്ങളോട് ഒരു ചെറിയ പരിശോധന നടത്തി നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വാട്ട് ഈസ് യുവർ സ്റ്റോറി? മെത്തഡിസ്റ്റുകാരെ, നിങ്ങളുടെ കഥ ഏതാണ്? ഒന്നാമത്തെ കഥ പറയുന്നവർ മറവിയിൽ ജീവിക്കും. രണ്ടാമത്തെ കഥ പറയുന്നവർ പായികളെ ചുരുട്ടി ദൈവാലയത്തെ ഉപേക്ഷിച്ച് ജീവിക്കും. മൂന്നാമത്തെ കഥ പറയുന്നവർ ദൈവസന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് തീരാത്ത കണ്ണുനീര് കൊണ്ട് പറയും, കർത്താവേ, കൃപയുടെയും സ്തുതിയുടെയും ജീവിതമാണ് എൻ്റേത്. ഒരു സെക്കൻഡ് ഒന്ന് നേരെ ഇരുന്നേ, കൈയൊന്ന് കൂപ്പിക്കേ. ഒരു സ്തോത്രം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയാ. കണ്ണൊന്നടച്ചേ. കർത്താവിനോടൊരു വാക്കൊന്ന് പറഞ്ഞാട്ടെ. ലോർഡ് ജീസസ്, എൻ്റെ കഥകളെ നീ തിരുത്തി എഴുതുവാൻ സർവശക്തനാ. എൻ്റെ വീടിൻ്റെ ഉള്ളിലെ കഥകൾ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി എഴുതുവാൻ നീ നല്ലവനാ. അപ്പോൾ എൻ്റെ വീടിന് മറവയിൽ നിന്നൊരു വീണ്ടെടുപ്പ് തരണം. ദീർഘമായ ഓർമ്മകൾ കൊണ്ട് നിന്നെ ആരാധിക്കാൻ എനിക്ക് ബലം തരണം കർത്താവേ. യേശുവേ, ഞങ്ങൾ ചിലപ്പോഴൊക്കെ പടിയിറങ്ങിപ്പോകുന്നവരാണ്, ദൈവാലയത്തെ ഉപേക്ഷിക്കുന്നവരാണ്. നിന്റെ ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങൾ പതറിപ്പോകുന്നു കർത്താവേ. ഈ രാത്രി ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചല്ലാതെ വിടുതലില്ല, ആരാധിച്ചല്ലാതെ വിടുതലില്ല. അവങ്കലേക്ക് നോക്കാതെ എനിക്ക് യാത്ര തുടരാൻ കഴിയുന്നില്ല. മാനവും മഹത്വവും സ്തോത്രവും എൻ്റെ കർത്താവിന് അർപ്പിക്കുവാൻ ശുദ്ധിയുള്ളൊരധരം നീ എനിക്ക് തരണമേ ഈ രാത്രി. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ. ഞങ്ങളെ നീ ഉയർച്ച താഴ്ചകളിലൂടെ നടത്തിയൊരു ദൈവമാണ്. ഞങ്ങളുടെ ഉള്ളത്തിൽ ഇപ്പോൾ കൃപയും അധരത്തിൽ സ്തുതിയുമായി ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്ന അപ്പച്ച, ഞങ്ങളുടെ വീടിനെ നീ തള്ളിക്കളയാതെ ഞങ്ങളുടെ ഭവനം കൃപയുടെയും സ്തുതിയുടെയും വീടാക്കി നിർത്തുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തിരികെ വരാം. കർത്താവിന് കരമുയർത്തി ഒരു നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്നെ പുതിയ കഥകൾക്കായി എൻ്റെ വീടിനെ രൂപാന്തരപ്പെടുത്താൻ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിൽ ഒരു വാചകം എഴുതി വെക്കണം: വി ലീവ് ബൈ ഗ്രേസ് ആൻഡ് പ്രൈസ്. ഞങ്ങൾ കൃപയോടും സ്തുതിയോടും കൂടെ ജീവിക്കുന്നു. 2, റൂത്തിന്റെ പുസ്തകം
രണ്ടാമത്തെ തിരുത്തി എഴുതൽ ആ വീട്ടിൽ നടത്തുകയാണ്. അതിതാണ് റീറൈറ്റിംഗ് ദ മാറ നറേറ്റീവ്സ്. ഒരു ഭവനം കടന്നുപോയ മാറായുടെ കഥകളെ തിരുത്തി എഴുതിയ ഒരു സർവശക്തനെ ഈ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എന്തുവാ മാറ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഞാൻ ബിറ്റർ എക്സ്പീരിയൻസ്, ആ ബിറ്റർ എക്സ്പീരിയൻസിനെ റൂത്തിൻ്റെ പുസ്തകം വ്യാഖ്യാനിക്കുന്ന 3 കൊച്ചു വാക്ക് പറഞ്ഞ് മുമ്പോട്ട് പോവാം. ആ വീട്ടിൽ 3 മാറകളെയാണ് അവർ കണ്ടത്. ഇങ്ങനെ പറയാം: ദ ഫ്യൂണറൽ മൊമെന്റ്സ്, ദ ഫെയർവെൽ മൊമെന്റ്സ് ആൻഡ് ദ ഫെയ്ത്ത്ഫുൾ മൊമെന്റ്സ്. പിടികിട്ടിയോ? എന്തൊക്കെയാ? ദ ഫ്യൂണറൽ മൊമെന്റ്സ്, ദ ഫെയർവെൽ മൊമെന്റ്സ് ആൻഡ് ദ ഫെയ്ത്ത്ഫുൾ മൊമെന്റ്സ്. ദീസ് ആർ ദ 3 മാറാസ്. 3 മാറകളെ ഒരു വീട് കണ്ടെത്തുകയാണ്. ഒന്നാമത്തെ വാക്ക് എന്തുവാ? ദ ഫ്യൂണറൽ മൊമെന്റ്സ്. കഥയറിയാം. അപ്രതീക്ഷിതമായ സമയത്ത് ഒരു വീടിന്റെ അരികിൽ 3 കല്ലറകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരമ്മ 3 വിലാപയാത്രകൾക്ക് ഒരു വീട് ഒരു വീട് 3 വിലാപയാത്രകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. ഒറ്റ വാക്ക് പറയാം: ദ ലാൻഡ് ഓഫ് ബ്രെഡ് ബിക്കെയിം ദ ലാൻഡ് ഓഫ് ഡെത്ത്. അല്ലേ? അപ്പം അന്വേഷിച്ചു പോയ വീട് കല്ലറകളുടെ വീടായി മാറി. ഓരോ വിലാപയാത്രയും വീടിൻ്റെ ശക്തി കുറയ്ക്കും. ശരിയാണ്. ഈ രാത്രി നമ്മുടെ വാക്ക് അവിടെ നിൽക്കുന്നില്ല. ഒരു വിലാപയാത്രയുടെ കഥയല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിക്കുക. നവോമിയുടെ വീട്ടിൽ 3 കല്ലറകൾ ഉണ്ടായി. അത് സെമിത്തേരിയിലാണ്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കല്ലറകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സെമിത്തേരിയിലാണോ അതോ വീടിനകത്താണോ? എന്തോ നിങ്ങൾ എന്നെ വലിയ ഗൗരവമായിട്ട് സൂക്ഷിച്ചു നോക്കുന്നേ? ഉത്തരം പറ. ഇന്ന് കല്ലറകളുടെ എണ്ണം കൂടുന്നത് സെമിത്തേരിയിലാണോ അതോ വീടിൻ്റെ അകത്താണോ? ഇനി ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല, കാരണം പിടികിട്ടിയിട്ടുണ്ട്. എന്തുവാ? വീടിനകത്ത് കല്ലറകളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? ലളിതമായിട്ട് പറയാം. ഓൺലൈനിൽ കേൾക്കുന്നുണ്ട് എങ്കിലും സാരമില്ല. എൻ്റെ അരികിൽ ഏറ്റവും അവസാനം വന്നു പോയത് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ്, 39 വയസ്സുകാരൻ. വൈഫ് ഗൈനക്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. 11 വയസ്സ്, 8 വയസ്സ്, 2 മക്കൾ. 1.5 കോടി രൂപയുടെ ഒരു വീട് വാങ്ങി
8 മാസം താമസിച്ചു. ഡോക്ടറും ഭാര്യ എൻ്റെ അരികിലിരുന്നുണ്ട്. 39 വയസ്സുകാരൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ വിധിയില്ല ചാന്നു. വിധിയില്ല. അപ്പം ആ വിധി തിരുത്താനാണ് വന്നിരിക്കുന്നത്. ഒറ്റ സിറ്റിംഗ് 3.5 മണിക്കൂറാണ്. എഴുന്നേൽക്കാൻ സമയമില്ല. 3.5 മണിക്കൂർ. എവിടെ കല്ലറ ഉണ്ടായെന്നറിയാമോ? ഡോക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ട്, ക്ഷമിച്ചേക്കണം എന്നോട് കേട്ടോ, ഞാൻ ആ പ്രൊഫഷനെ ഉദ്ദേശിച്ചല്ല. ഇടതുവശത്തിരുന്ന ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വീട് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് 8 മാസം. ഡോക്ടർ അപ്പുറത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ മാറി താമസിക്കുന്നു. വീട് പൂട്ടിയിരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? 2 വാക്കാണ്. ആ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നോട് പറയാണ്, അച്ഛാ, ഞങ്ങളുടെ വീട് വിധിയിലകപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ കിടക്കുന്ന മുറിക്കയുടെ അരികിൽ കുപ്പി ഒഴിയാത്ത ദിവസങ്ങളില്ല. കിടക്കയ്ക്കരികിൽ. തീർന്നില്ല. രാത്രി 12 മണി കഴിഞ്ഞേ ആ മനുഷ്യൻ തിരികെ വരുള്ളൂ. അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ പോകുന്നെന്നാണ് പറയുന്നത്. അത്രയും നിർത്തി. He is a doctor, but he is a patient for me. പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. ഡോക്ടറെ കഴിഞ്ഞ 2.5 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഡോക്ടറോട് 2 പേരോടും തോന്നിയൊരു ഫീലിംഗ് പറയട്ടെ. ഐ ഡോണ്ട് ഫീൽ ദാറ്റ് യു ആർ ഡോക്ടേഴ്സ്. ഐ എം വെരി സോറി കേട്ടോ, അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ ഭാര്യയെ പുറത്തു നിർത്തി. ഡോക്ടറുടെ വലം കയ്യിൽ പിടിച്ചു. വി ക്യാൻ ടോക്ക് ടുഗദർ ഫോർ 30 minutes. അടുത്തിരിക്കാം ഡോക്ടറെ. ഞാൻ ആ കഥ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഡോക്ടറിനോട് ചോദ്യം ചോദിച്ചു, അജൻ, ക്യാൻ വി ലിവ് ടുഗദർ? നെഞ്ചത്തടിച്ചുകൊണ്ട് പറയാൻ ഞാൻ, ഡോക്ടറെ, ഈ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എനിക്കവിടെ പാർക്കണമെന്ന് കർത്താവിനോടൊരു വാക്ക് പറഞ്ഞാൽ അവൻ നിന്നെ തിരികെ പാർപ്പിക്കുന്നൊരു ദൈവമാണ്. ഈ കേൾക്കുന്നൊരു സ്തോത്രം ഈ രാത്രി പറയണം. 3.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഈ 5 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിക്കുകയാണ്. 5 പേരുടെയും ശിരസിൽ ഒരു സ്ലീബ വരച്ചു. ഡോക്ടറെ, ഈ ദിവസം മുതൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഡോക്ടറുണ്ട്. നമുക്കൊരു മടക്ക യാത്രയ്ക്ക് സാധ്യതയുണ്ട്. ഡോക്ടറിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അജൻ, ഐ ആം റെഡി ഫോർ എ റിട്ടേൺ ജേർണി. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു മടക്ക യാത്രയ്ക്ക് സന്നദ്ധനാണ് അജാ. എന്നൊരു സ്തോത്രം പറയാൻ ഒരു വാക്ക് പറയാം. കഴിഞ്ഞ ഓണത്തിൻ്റെ ഉത്രാട ദിവസം 11 മണിയായപ്പോൾ ഈ 5 പേരും 1.5 കോടി രൂപയുള്ള വീട് തുറന്ന് അതിൻ്റെ ടെറസിൽ നിന്നുകൊണ്ട് എന്നെ വിളിക്കുകയാണ്, അച്ഛൻ, വി ആർ എഗെയിൻ ബാക്ക് ടു മൈ പാലസ്. ഈ രാത്രി നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയട്ടെ, വീടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഈ രാത്രി കല്ലറകൾക്കരികിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറക്കെ പറയാം, ലാസറിന്റെ കല്ലറയ്ക്കൽ പോയവൻ നിന്റെ കല്ലറകളെ തകർക്കുവാൻ മതിയായ ദൈവമാ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ ഒരു വാക്കൂടെ, എല്ലാ കല്ലറകൾക്കും ഒരു താക്കോൽ സൃഷ്ടിക്കുന്നവൻ്റെ പേരാണ് കർത്താവ്. ഹല്ലേലൂയ. ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? നിന്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ നിനക്ക് കടക്കാൻ വയ്യാത്ത നോ എക്സിറ്റ്സ്, വഴികളടഞ്ഞു പോയിടത്ത് എൻ്റെ അരുമനാഥൻ്റെ കയ്യിൽ ചില താക്കോലുകളുണ്ട്. ഞാൻ വ്യക്തിപരമായി ചോദിക്കട്ടെ, ഈ താക്കോലുകളെ
അരുമനാഥൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നീ ഒരുങ്ങുന്നോ? ഒരിക്കലും നിനക്ക് നിർമ്മിക്കാൻ വയ്യാത്ത താക്കോലുകൾ എൻ്റെ അരുമനാഥൻ്റെ കയ്യിൽ ഉണ്ട്. ദൈവപൈതലേ, നീ ഒരു കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നവനല്ല, കല്ലറയുടെ താക്കോൽ തുറക്കുന്നതിന് മുമ്പിൽ മുഴങ്കാൽ മടക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? വലതുകരം ഒന്ന് ഉയർത്തി വെച്ച്, ഈ വലതുകരം ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ഐ നീഡ് ന്യൂ കീസ് ടു ഓപ്പൺ മൈ ടൂംബ്. എൻ്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത കല്ലറകൾക്കരികിൽ ചെറിയ ചില താക്കോലുകളെ നൽകി നീ എന്നെ ബഹുമാനിക്കണേ കർത്താവേ. ഒരു സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ക്രിസ്ത്യാനികളുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും വേർപിടിക്കാൻ പാടില്ലാത്ത ബന്ധങ്ങൾ ആ സമയത്ത് യാത്ര പറഞ്ഞു പോകുന്നു. അപകടകരമാണ്. The families are facing untimely journeys. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിലും എൻ്റെ ചങ്കിൻ്റെ മിടിപ്പ് വ്യത്യാസപ്പെടുന്നുണ്ട്. കാരണം ഐ കുഡ് സീ ദൈവമക്കളെ, ചിലപ്പോഴെങ്കിലും ചില ദമ്പതികളെ ഞാൻ തിരിച്ചയക്കുമ്പോൾ കൈ രണ്ടൊന്നുകൂടെ ചേർത്ത് പിടിക്കും. ബിഷപ്പാ കല്യാണം നടത്തിയത്, എന്നാലും പോട്ട് ഇച്ചിരി ദൈവകൃപയുള്ളതുകൊണ്ട് അതുകൂടി ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് വിടും. എന്താ കാരണം? ഇങ്ങനെ നിൽക്കുക. എന്തുവാ? ഇങ്ങനെ നിൽക്കുക. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുക, ആ സമയത്ത് വീടുകൾ വേർപിരിയുവാൻ ഒരുങ്ങുന്നു. ഇത് തിരിച്ചു പറയട്ടെ, ഇന്ന് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഒരു കാലത്ത് മക്കൾ അപ്പത്തിന് വേണ്ടി യാചിക്കുന്നവരായിരുന്നു. പപ്പ, മമ്മി, ഗിവ് us ബ്രെഡ്. തിരിച്ചു പറയട്ടെ ഞാൻ, ഇന്ന് അപ്പനും അമ്മയ്ക്കും വേണ്ടി യാചിക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാ. ഓരോ വെഡിങ് ആനിവേഴ്സറിയിലും റിക്വസ്റ്റ് ചെയ്യുക, എന്തുവാ? അടുത്ത കേക്ക് കട്ട് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ വേണം. അമ്മയുടെ കൂടെ സുരേന്ദ്രൻ നിൽക്കാൻ പാടില്ല. അപ്പൻ്റെ കൂടെ പറഞ്ഞു പോകാൻ സമയമില്ല. ഇന്ന് ക്രിസ്ത്യാനികളുടെ വീട്ടിലൊക്കെ ഫോട്ടോഗ്രാഫ് തന്നെ വ്യത്യാസപ്പെടുകയാണ്. പണ്ടത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എ ഫോട്ടോഗ്രാഫ് ഓഫ് റിലേഷൻഷിപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അത് അമ്മാച്ചൻ, മാവിയുടെ മോന് എല്ലാവരും കാണാം. ഇന്ന് ക്രിസ്ത്യാനിയുടെ വീട്ടിലെ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഫോട്ടോഗ്രാഫ് ഓഫ് റിലേഷൻഷിപ്പ് എന്നല്ല, ഫോട്ടോഗ്രാഫ് ഓഫ് റിലേറ്റബിലിറ്റി. എവിടെങ്കിലുമൊക്കെ ഒപ്പിക്കാം. എങ്ങനെ ഒപ്പിക്കാം? 2 മക്കളുണ്ടായിരുന്നു. മൂത്ത മോൻ കാനഡയിൽ പോയി, അവിടെ വെച്ച് വിവാഹമോചനം നടന്നു. അവിടുന്ന് ബെറ്റി ഫോർഡിനെ കെട്ടി. ബെറ്റി ഫോർഡിൻ്റെ കൂടെ പഴയ സായിപ്പിൻ്റെ 2 മക്കളും ഉണ്ട്. പിടിയിടില്ലേ? അപ്പോൾ അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കുക. അപ്പോൾ നോക്കിയപ്പോൾ കാണാം, എന്തുവാ, പുല്ലുകാലായിലുള്ള ജോർജ് ഊട്ടിയുടെ വീട്ടിൽ കാനഡയിലെ സായിപ്പിന് 2 മക്കൾ നിൽക്കുന്നു. അച്ഛൻ ചോദിക്കും, ഇവരെവിടെ നിന്ന് വന്നതാ? ജോർജ് ഊട്ടി ആ വീടിന് പുതിയ പേരും മാറ്റി. പുല്ലുകാല എന്നൊക്കെ പണ്ടത്തെ വീടാ, ഇപ്പം ഗ്രാസ് ലാൻഡ് എന്നാക്കി. എന്തുവാ? ഒന്നും തോന്നണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രസംഗം കേൾക്കാൻ, ദൂത് കേൾക്കാൻ വന്നവരോട് ഞാൻ ചോദിക്കട്ടെ, വീട്, can you keep this house in relationship or relatability? കൃപയോടെ കർത്താവിനോട് ചോദിക്കണം. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സമയമില്ല.
എന്നാൽ എന്നെ ചലഞ്ച് ചെയ്ത, ഞാൻ ഉറങ്ങാത്ത ചില രാത്രികളിൽ ചില ഓർമ്മകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അരികിൽ 38 34 വയസ്സുള്ള 2 പേർ അപ്പോയിൻമെൻ്റ് എടുക്കാതെ വന്നു. തിരുവല്ലയിലെ കൗൺസിലിംഗ് സെൻ്ററിൽ ഇരിക്കുമ്പോൾ സഭക്കാരാതെന്ന് പറയുന്നില്ല, വന്നു കയറി പറഞ്ഞു വെയിറ്റ് ഫോർ 4 hours എന്നാലേ നമുക്ക് ഷെഡ്യൂൾ കിട്ടത്തുള്ളൂ. ഒരു കുഴപ്പമില്ല ചാ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി, വന്നു, തിരിച്ചു വന്നു, കയറിയിരുന്നു. എന്തിനാ വന്നേ? ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരിക. ശരി, 8 വയസ്സ് 4 വയസ്സ് 2 കുഞ്ഞുങ്ങൾ. എന്തിനാ എന്നെ കാണാൻ വന്നേ? വെച്ചാൽ ഞങ്ങൾ അവിടെ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചു വന്നതാ. എന്തോ തീരുമാനിച്ചേ? കേട്ടില്ല. പിരിയാൻ തീരുമാനിച്ചതാ. പിന്നെ എന്തിനാ എന്നെ കാണാൻ വന്നേ? ആരാണ്ട് പറഞ്ഞു, പിരിയാണെങ്കിൽ ഒരു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട്. അധികം ഭാഗ്യം എനിക്കില്ല, പക്ഷെ ഇവർക്കൊക്കെ കുറേ കൂടെ ഭാഗ്യമുണ്ട്. ഒന്നര മണിക്കൂർ സംസാരിച്ചു 2 പേരോടും. 6 ലക്ഷം രൂപ ശമ്പളം കിട്ടും 2 പേർ കൂടെ. വലിയ സൂക്ഷിച്ചൊക്കെ സംസാരിക്കാനൊക്കെ പോകും. മാനസാന്തരപ്പെട്ടോ ഇല്ലെന്നറിയാൻ പ്രത്യേകിച്ചൊന്നും പരിശോധിക്കണ്ട. ഇവിടെ ഇരിക്കുന്ന മെത്തഡിസ്റ്റുകാരെല്ലാം മാനസാന്തരപ്പെട്ടവരാണോന്ന് അച്ഛൻ്റെക്ക് ഞാൻ എഴുതി കൊടുത്തിട്ട് പോവാം. എങ്ങനെ അറിയാമെന്നറിയോ? കണ്ണിൽ നോക്കിയാൽ അറിയാം. എന്തുവാ? ഇതെങ്ങനെ അറിയാമെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. ഫീസ് കൊടുത്തു പോയി പഠിക്കണം. പഠിക്കിട്ടില്ലേ? അപ്പം തിരിച്ചു വരാം. കണ്ണിൽ നോക്കി. കണ്ണിടത്തോട്ട് ചലിച്ചാൽ ഒരർത്ഥമുണ്ട്. എന്താ അർത്ഥം? ഗുണപ്പെടുന്നില്ല എന്നാണ്. വലത്തോട്ട് ചലിച്ചാൽ സാധ്യതയുണ്ടെന്ന അർത്ഥം. കുഞ്ഞുവൻ്റെ കണ്ണ് ഇങ്ങോട്ട് ചായുന്നു, ഗുണപ്പെടില്ല. കൗൺസിലിംഗ് അവസാനിപ്പിക്കണ്ടേ? അവസാനിപ്പിച്ചു. പഠിച്ചവർ ചിലരുടെ കാണുമായിരിക്കും. കൗൺസിലിംഗ് ഒരു പ്രിൻസിപ്പിളുണ്ട്. എന്താ പ്രിൻസിപ്പിൾ? ഒരാളെ ഗുണപ്പെടുത്താൻ മറ്റേയാളെ കൂട്ടുപിടിക്കാൻ പാടില്ല. കൗൺസിലർ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ ചുരുക്കി പറയാം. അന്നാദ്യമായി 8 വയസ്സും 4 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരിക. 8 വയസ്സുകാരി 2 പേരും അപ്പുറത്തെ മുറിയിലിരുന്നുകൊണ്ട് കളർ പെൻസിൽ കൊണ്ട് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പടവുമായി എൻ്റെ വന്നു. ഒരു കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ അറിയാം ആ വീട് വളർന്നോ തളർന്നോ എന്ന്. 8 വയസ്സുകാരി ഓട് ഞാൻ ചോദിച്ചു, മോളെ, നിന്റെ പപ്പയോടും മമ്മിയോടും നിനക്ക് വല്ലതും പറയാനുണ്ടോ? അബ്രപ്റ്റ് ക്വസ്റ്റ്യൻ. ആ കുഞ്ഞൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, യെസ് ഫാദർ. എന്തു പറയുമിനി? അറിയില്ല എനിക്ക്. അന്നാദ്യമായി എൻ്റെ ചങ്ക് മുഴുവൻ തകർത്ത് കളഞ്ഞ ഒരു അനുഭവമാണത്. 8 വയസ്സുകാരി മോട്ടർ കോർഡിനേഷൻ ഉണ്ടായി വരുന്നൊരു കുഞ്ഞ്. കൈ കൂപ്പിയാൽ കൃത്യം വരത്തില്ല, അത്രയേ ആയിട്ടുള്ളൂ. അവൾ കൈ ഇങ്ങനെ വെച്ചും കൊണ്ട് 6 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഡാഡി പ്ലീസ് ഡോണ്ട് ലീവ് അസ്. മമ്മയെ ഞങ്ങളെ ഉപേക്ഷിച്ച് കളയല്ലേ. ഡാഡി ആൻഡ് മമ്മി പ്ലീസ് ഡോണ്ട് ലീവ് അസ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. കാരണം 8 വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ കണ്ണുനീർ എൻ്റെ നെറുകയിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പറയാനല്ല ഞാനിത് പറഞ്ഞത്. ഈ രാത്രി എവിടെങ്കിലും ചില കൈകൾ അറ്റുപോകുന്നുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർക്കാൻ കർത്താവിന് കഴിയുമെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷത്തിന് ശേഷം ഞാൻ അബുദാബി ദേവാലയത്തിൽ 3000 പേർ ഇരുന്ന് കേൾക്കുന്നുണ്ട്. കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. കഴിഞ്ഞു. 9:45
പ്രസംഗം കഴിയുമ്പോൾ 25 പേര് വരും നമ്മളെ കാണാൻ, ജസ്റ്റ് ടു ഷെയർ. അവസാനം വരുന്നു 4 പേർ ഇങ്ങോട്ട്. അച്ഛാ, ഇവളെ ഓർക്കുന്നുണ്ടോ അച്ഛൻ? ഓർമ്മയില്ല. ഞങ്ങളെ ഓർക്കുന്നുണ്ടോ അച്ഛൻ? കൃത്യം പിടികിട്ടില്ല. അപ്പൻ പറയുന്നു, എൻ്റെ 9.5 വയസ്സുകാരിയായ മകൾ അവളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയപ്പോൾ ഞങ്ങളിന്ന് ഒരുമിച്ച് കുടുംബമായി ഹല്ലേലൂയ പാടുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വീട് അസമയത്ത് വേർപിരിയാൻ ഒരുങ്ങുന്നു. ഒരു പ്രാർത്ഥന ഇവിടെ ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയാമോ? കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, ഒരു സെക്കൻഡ് സമയം നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്ന ഇടങ്ങളെ ഒന്ന് ഓർത്തേ. കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്ന സ്ഥലങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. ഒരു സ്തോത്രം കർത്താവിന് അവരോട് വേണ്ടി പറഞ്ഞേരെ. കർത്താവെ, ഈ രാത്രി അവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കി കൊടുക്കണേ. അസമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വേർപിരിഞ്ഞു പോകുവാൻ ഇടയാകരുതേ കർത്താവേ. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അൾത്താര സംസാരിക്കുന്ന സമയമാണത്. ദ ഓൾട്ടർ സ്പീക്സ്. എല്ലാ കുടുംബത്തോടും ഒരു ഓൾട്ടർ കോൾ നിൽപ്പുണ്ട്. എന്താ? ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. വൈദികൻ പറഞ്ഞതല്ല, ഒരു യാഗപീഠം സംസാരിച്ചതാ. വിസ്മരിക്കാൻ കഴിയില്ല. 3-ാമത്തെ വാക്ക് ഫെയ്ത്ത്ഫുൾ മൊമെന്റ്സ്. വീട് ദൈവം അന്വേഷിക്കുന്നു. ഒറ്റ വാക്ക്, എന്തുവാ? എൻ്റെ വീട്ടിൽ വിശ്വസ്തതയുടെ നിമിഷങ്ങൾ. ഞാൻ രൂത്തിനെ കുറിച്ച് 3 കൊച്ചുവാക്ക് പറയട്ടെ. രൂത്ത് ആരാണ്? വിശ്വസ്തതയുടെ ത്യാഗം, വിശ്വസ്തതയുടെ സാക്ഷ്യം, വിശ്വസ്തതയുടെ സാന്നിധ്യം. The presence of faithfulness, the sacrifice of faithfulness, the witness of faithfulness. മാതാപിതാക്കളെ, ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ ദൈവമാക്കിയിരിക്കുന്നത് ഈ 3 വാക്കിന് വേണ്ടിയാ. അമ്മേ, അപ്പ, ഈ 3 വാക്ക് പ്രാക്ടിക്കലാക്കാനാണ് നിന്നെ വീട്ടിൽ വിളിച്ചു വെച്ചിരിക്കുന്നത്. എന്തുവാ? യു മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ 3 ആസ്പെക്ട്സ്. എന്തൊക്കെയാ? വിശ്വസ്തതയുടെ പ്രസൻസ്, സാന്നിധ്യം. 2, വിശ്വസ്തതയുടെ സാക്ഷ്യം, വിറ്റ്നസ്. വിശ്വസ്തതയുടെ ത്യാഗം. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു സ്തോത്രം പറയട്ടെ കർത്താവിനോട്. 30, 25, 15, 40 വർഷം കുടുംബജീവിതം നയിച്ചവരെക്കുറിച്ച് ഞാനൊരു സ്തോത്രം പറയട്ടെ. കർത്താവേ, ഞങ്ങളെ വിശ്വസ്തരായി നിർത്തിയിരിക്കുന്നതിനായി 1000 നന്ദി. വിശ്വസ്തതയുടെ സാന്നിധ്യമായി, വിശ്വസ്തതയുടെ ത്യാഗമായി, വിശ്വസ്തതയുടെ സാക്ഷ്യമായി ഞങ്ങളെ നിർത്തണമേ. കഥ പറയാൻ സമയമില്ല. എന്നാൽ ഞാൻ ഈ കാലങ്ങളിൽ കാണുന്നത് ഒരു സങ്കടകാലമാണിത്. എന്തിനെന്നറിയോ? കൂട്ടിച്ചേർത്തവർ അവിശ്വസ്തരായി പെരുമാറുന്ന വല്ലാത്ത കാലമാണ്. ഉദാഹരണം പറയുന്നുണ്ട്, തെറ്റില്ല, സമയമില്ലെങ്കിലും. ഭാര്യയും ഭർത്താവും മുറി കയറി വരുന്നു. ഭർത്താവ് പറയാ, അച്ഛാ, ഇവൾക്ക് സംശയരോഗമാണ്, ഡെഫിനറ്റ് പാരനോയ, ഒന്ന് പരിശോധിക്കണം. പുറത്തിറങ്ങി നിൽക്കുക, കുഞ്ഞുമോൾ ചേർന്നിരിക്കുക. നിനക്ക് സംശയമുണ്ടോ ഭർത്താവിനെ? ആ, ഉണ്ടോ ചാ. എന്തൊക്കെയാ സംശയം? 3 കാര്യങ്ങളിലാണ് സംശയം. 1, എല്ലാ ദിവസവും രാവിലെ 6-5 ആകുമ്പം ഒരു മിസ് കോൾ വരും പുള്ളിക്ക്. എന്തോ വരും? പിടി കിട്ടുന്നുണ്ട് സേവാസംഘക്കാർക്ക്. ഒരു മിസ് കോൾ വരും. കഴിഞ്ഞ ആഴ്ച പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു ഷർട്ട് പുള്ളി കൊണ്ടുവന്നു. അപ്പോൾ ചോദിച്ചു, ഇത് എവിടെ നിന്ന് തന്നാ? അതെൻ്റെ ഒരു പഞ്ചാബി ഫ്രണ്ട് തന്നേന്ന് പറഞ്ഞു.
കവർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് സ്ത്രീകളുടെ വസ്ത്രം മാത്രം കിട്ടുന്ന കടയിലെ കവറാണല്ലോ. അപ്പോൾ പോട്ടെന്ന് പറഞ്ഞു. 3, കൂടി പുള്ളിയെ കാണത്തില്ല. എന്തുവാ? ഇടവമിഷന് പോവാന്നാ പറയുന്നേ. ഇങ്ങോട്ട് നോക്കിയോ എല്ലാവരും. ഏകദേശം പിടികിട്ടി. ജോൺസനെ കയറ്റിയിരുത്തി. അടുത്തിരിക്കെ, പേടിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് നോക്കിക്കണം. നമ്മൾ തമ്മിൽ വർത്തമാനം പറയുന്ന ആരും അറിയത്തില്ല. അതാണ് കഥക് കുറ്റിയിട്ടേക്കുന്നത്. ബട്ട് ഒരു കാര്യം, നമ്മൾ ഏകദേശം സമപ്രായക്കാരാണ്. ഒരു കാര്യമുണ്ട്, യു ഷുഡ് ടെൽ മീ ദ ട്രൂത്ത്. അതർവൈസ് എൻ്റെ ഫോണിൽ ഈ ജില്ലയിലെ 10 പോലീസ് ഓഫീസറുടെ ഫോൺ നമ്പറുണ്ട്. കൊട്ടാരക്കരയിലെ വിശ്വനാഥൻ സാറിനെ ഉൾപ്പെടെ വിളിക്കും. തിരുവല്ലയിലെ സർക്കിൾ ഇൻസ്പെക്ടർ ശശീന്ദ്രൻ സാറ് 1.5 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് പ്രൂവ് ചെയ്യണമല്ലോ. ജോൺസനെ, നിനക്ക് ധൈര്യം കുറവാണെങ്കിൽ എൻ്റെ കയ്യിലോട്ട് നീ മുറുകെ പിടിച്ചോണം. 17 മിനിറ്റ് സംസാരിച്ചു ജോൺസനോട്. ജോൺസ, മിസ് കോൾ. ആരാ? ഈ ഷർട്ട് എവിടുന്നാ? കൂടെ നീ കാണുന്നില്ലല്ലോ, എവിടെ? സങ്കടം പറയണം അപ്പുറത്ത്. കഴിഞ്ഞ 3.5 മാസക്കാലം ഭാര്യയ്ക്ക് സൈക്യാട്രിക് മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുക. കൂടെ കിടന്നുറങ്ങുന്ന പാർട്ട്ണറാണ് സൈക്യാട്രിക്. ഞാൻ പറഞ്ഞു, നിനക്ക് മരുന്ന് കുറിച്ചെന്ന ഡോക്ടറെയും നിന്നെയും വി വിൽ സീ. കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി തെളിച്ചു പറയത്തില്ല, ഒരു വാക്ക് പറയാം. ജോൺസൺ കൈ നീട്ടി എൻ്റെ കയ്യിൽ വെച്ചു. അച്ഛാ, അച്ഛൻ പറഞ്ഞത് ശരി. കഴിഞ്ഞ 3.5 വർഷമായി എൻ്റെ ഹോട്ടലിൽ ബിസിനസ് പാർട്ട്ണറായിരിക്കുന്ന കൊല്ലംകാരി സതീദേവി ഞാൻ വിട്ടു. അവിടെ ആരാധന ഭംഗിയാണ്, കൈകൂപ്പലുകൾ ഭംഗിയാണ്. വിശ്വസ്തരല്ലാത്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ദൈവമക്കളെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഈ രാത്രി നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ്. കർത്താവേ, ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീടിനെ നിരാശപ്പെടുത്താനല്ല, ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം നിങ്ങളോട് പറയാനാണ്. We have a lot to rewrite all our Mara narratives. ഞാൻ മാറയിൽ എഴുതി വെച്ചിരിക്കുന്നതിനെയെല്ലാം തിരുത്തി എഴുതുവാൻ ഒരു സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ഞാൻ പറയട്ടെ, 3 കൊച്ചു വാക്കുകൾ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. മാറയിൽ ദൈവം എന്ത് ചെയ്യുന്നു? മാറ നമുക്ക് നൽകുന്ന, ഒരു ദൈവവൈദ്യന് നൽകുന്ന ഉറപ്പ്, ഒരു ധ്യാനം പറയാൻ പോവാ. ശ്രദ്ധയോടെ ഇരിക്കണം. ഈ മാറയിൽ നവോമി പറഞ്ഞൊരു വാക്കുണ്ട്, സർവശക്തൻ എനിക്ക് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി സ്തോത്രത്തോടെ ഇരിക്കണം. ദൈവമക്കളെ, ഈ രാത്രി ആരെങ്കിലും മാറയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അരുമനാഥൻ നിങ്ങളോട് സംസാരിക്കുന്നു ഈ രാത്രി. മാറ ദൈവം നിന്നെ മറന്നു കളഞ്ഞ വഴിയല്ല, മാറ ദൈവം മറുമരുന്ന് കണ്ടെത്തുന്ന വഴിയാണ്. ഹല്ലേലൂയ. മാറയിൽ ദൈവം നിന്നെ മറന്നു കളയുകയല്ല, മാറയിൽ ദൈവം ഒരു മറുമരുന്ന് കണ്ടെത്തിയതാ. ഒന്നുകൂടെ പറയട്ടെ, നീ കണ്ടെത്താത്ത കൊമ്പുകളെ കണ്ടെത്തി തരുന്നൊരു സർവശക്തൻ നിന്റെ മാറയ്ക്കരികിലുണ്ട്. ഹല്ലേലൂയ. ഒരു നന്ദി പറയാമോ കർത്താവിന്? നിനക്ക് കണ്ടെത്താൻ കഴിയാത്ത കൊമ്പുകളെ കണ്ടെത്തി തരുന്ന ഒരു സർവശക്തൻ നിന്റെ മാറയ്ക്കരികിൽ ഉണ്ട്. ഒരു മാറയിൽ ഒരു ദൈവവേദന നൽകുന്ന 3 പ്രോമിസസ്. 1, മാറയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരിന് ഒരു കാവൽക്കാരനുണ്ട്. സ്തോത്രം. മാറയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരിന്
ഒരു കാവൽക്കാരനുണ്ട്. തെളിവ് പറയാം. 56-ാം സങ്കീർത്തനം 8-ാം വാക്യം എന്തുവാ? യഹോവേ, നീ എൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ പകർന്നു വയ്ക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ സേവ്യസംഘക്കാരെ, ആകാശം പെയ്യുന്ന എല്ലാ മഴത്തുള്ളിയും ഭൂമിയിൽ വീഴും. വീഴുമോ? വീഴും. ഇനി ഞാൻ പറയുന്ന മറക്കല്ലേ, നീ ദൈവസന്നിധിയിൽ പൊഴിക്കുന്ന ഒരു തുള്ളി കണ്ണുനീരും ഭൂമിയിൽ വീഴില്ല, അതവൻ തുരുത്തിയിൽ പകർന്നു വയ്ക്കും. ഹല്ലേലൂയ. ദൈവവൈതലേ, നിന്റെ കണ്ണുനീര് പൊടിക്കുന്നതിന് മുമ്പേ തുരുത്തിയുമായി നിന്റെ അരികിൽ വരുന്ന ഒരു സർവശക്തനുണ്ട്. മാറയിൽ കണ്ണുനീരിനൊരു കാവൽക്കാരനുണ്ട്. 2, മാറയിൽ നിന്റെ കണ്ണുനീർ കണ്ട് മനസ്സറിയുന്ന ഒരു സർവശക്തനുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് മറക്കല്ലേ. മാറയിൽ നിന്റെ കണ്ണുനീർ കണ്ട് മനസ്സറിയുന്ന ഒരു സർവശക്തനുണ്ട്. 116-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീര് മനസ്സലിയാനും മനസ്സറിയാനും. 3-ാമതൊരു വാക്കൂടെ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഒരുവനുണ്ട്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് ചേർത്ത് വെച്ച് പറയണേ. നിന്റെ കണ്ണുനീർ ഒഴുകുന്നതിന് മുമ്പേ ആണിപ്പാടുള്ളൊരു കരം അവൻ നീട്ടുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാം, ആരെങ്കിലും ഒരു തുള്ളി കണ്ണുനീരോടെ ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, അവൻ്റെ കരം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മാറയിൽ നിൽക്കുന്നവരോട് എൻ്റെ കർത്താവ് 3 വാഗ്ദത്തങ്ങൾ ഈ രാത്രി ഏറ്റെടുക്കണം. അത് കേട്ടോ, 3 വാഗ്ദത്തങ്ങൾ. എന്താ ഞാൻ പറഞ്ഞേ? നിന്റെ കണ്ണുനീർ, നിന്റെ കണ്ണുനീരിന് ഒരു കാവൽക്കാരനുണ്ട്. നിന്റെ കണ്ണുനീർ കണ്ട് മനസ്സറിയുന്ന ഒരു സർവശക്തനുണ്ട്. തീർന്നില്ല, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഒരുവൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് തിരിച്ചു കൊണ്ടുപോകണം കേട്ടോ. ലാസറിൻ്റെ കല്ലറ തുറന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ കൊണ്ടല്ല, അവൻ്റെ 2 തുള്ളി കണ്ണുനീര് കൊണ്ടാ. ഞാൻ നോക്കി പറയട്ടെ നിങ്ങളെ, ഏതെങ്കിലും കല്ലറയ്ക്കരികിൽ നിങ്ങൾ ഈ വചനവുമായിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പി രാത്രി ഞാൻ പറയാം, നിന്റെ 2 തുള്ളി കണ്ണുനീര് കൊണ്ട് എല്ലാ കല്ലറകളെയും എൻ്റെ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. കൈയൊന്നുയർത്തിക്കുക ദൈവമക്കളെ. ഒരു നന്ദി പറഞ്ഞേ കർത്താവിനോട്. വിശ്വാസത്തോടൊരു വാക്ക് കർത്താവിനോട് പറ: എൻ്റെ 2 തുള്ളി കണ്ണുനീര് കൊണ്ട് എൻ്റെ എല്ലാ കല്ലറകളെയും എൻ്റെ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രി ചില കല്ലറകൾക്കരികിലിരിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ 2 തുള്ളി കണ്ണുനീര് കൊണ്ട് എൻ്റെ കല്ലറകളെ തുറക്കുവാൻ ഒരു സർവശക്തനായവൻ ഈ രാത്രി എന്നോട് കൂടെയുണ്ട്. 3-ാമതൊരു വാക്കൂടെ, 5 മിനിറ്റ്. God who rewrites our faith narratives. എൻ്റെ വിശ്വാസത്തിൻ്റെ കഥകളെ തിരുത്തി എഴുതുന്ന ഒരു സർവശക്തൻ എന്നോട് കൂടെയുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് അവസാനിപ്പിക്കണം. ഒരു വീട് എങ്ങനെ ആരംഭിച്ചു? ഇങ്ങനെ പറയാം, പ്രോഗ്രഷൻ. കയ്പിൽ ആരംഭിച്ചു, കാലാവറുക്കിൽ പുരോഗമിച്ചു, വീണ്ടെടുപ്പിൽ അവസാനിപ്പിച്ചു. ഇങ്ങോട്ട് നോക്കിക്കേ, എന്തുവാ? കയ്പിൽ ആരംഭിച്ചു, കാലാവറുക്കിൽ പുരോഗമിച്ചു, വീണ്ടെടുപ്പിൽ അവസാനിപ്പിച്ചു. നമ്മളെ കൊണ്ടൊന്ന് ചേർത്ത് വെച്ചേ. എന്തുവാ? കയ്പിൽ ആരംഭിച്ചു, കാലാവറുക്കിൽ പുരോഗമിച്ചു, വീണ്ടെടുപ്പിൽ അവസാനിപ്പിച്ചു. ബോംബെക്കാരോട് ഒരു വാക്ക് അവിടെ പറയണം. The purpose of God is not simple retentions but redemption.
മറക്കരുത്. ബോംബെ വന്നതേ ഈ 2 വാക്കിൻ്റെ കഥ പറയാനല്ല. എന്തോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ? അച്ചോ കയ്പായിരുന്നു, ഇപ്പോൾ കാലാപുറുക്ക്, EMI അടയ്ക്കാനല്ലേ? നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ അതുമാത്രം പഠിപ്പിച്ചുവെങ്കിൽ ഞാൻ ഈ രാത്രി ഒരു പുതിയ വാക്ക് സ്വർഗത്തിൽ നിങ്ങൾക്ക് തരിക. ഈ രാത്രി അന്വേഷിക്കേണ്ട ഒരു വാക്കുണ്ട്. ഞാനും എൻ്റെ വീടും വീണ്ടെടുപ്പിൽ ആനന്ദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാനും എൻ്റെ വീടും ഒരു വീണ്ടെടുപ്പിലേക്ക് നടന്ന് യാത്ര ചെയ്യുന്നുണ്ടോ? കാലാവറുക്കിൽ അവസാനിപ്പിക്കാനല്ല, ഒരു വീണ്ടെടുപ്പിൽ അവസാനിപ്പിക്കാനാണ് എന്നെയും നിന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോട്ടെ. നീ ഒരു പക്ഷേ ഒരു കാലാവറുക്കിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച ആളായിരിക്കും, ഒരു കയ്പിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച ആളായിരിക്കും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നീ പറഞ്ഞ അവസാനത്തെ വാക്കിനെ അനുഗ്രഹിപ്പാൻ ഒരജമാനൻ വരുന്നുണ്ട്. വിശ്വസിക്കുമോ? ഞാനും നീയും പറഞ്ഞ അവസാനത്തെ വാക്കിനെ അനുഗ്രഹിപ്പാൻ ഒരുവൻ വരുന്നുണ്ട്. നീ കയ്പിൽ അവസാനിക്കത്തില്ല, നീ കാലാപുരത്തിൽ അവസാനിക്കത്തില്ല. നിന്നെയും നിന്റെ ഭവനത്തെയും ഒരു വീണ്ടെടുപ്പിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഈ ധ്യാനം ഈ രാത്രി പൂർത്തീകരിക്കുമ്പോൾ ഞാൻ വെരി പേഴ്സണലായിട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നിങ്ങളും നിങ്ങളുടെ ഭവനവും, അല്ല നമ്മളും നമ്മുടെ ഭവനവും ഒരു വീണ്ടെടുപ്പിൻ്റെ നിലയിലേക്ക് കർത്താവിൽ വളരുന്നുണ്ടോ? പറയാൻ പറ്റുമോ ഈ രാത്രി? ഞാനും എൻ്റെ വീടും ഒരു വീണ്ടെടുപ്പിൽ സന്തോഷിക്കുന്ന വീടാണ്. എൻ്റെ തലമുറയെ ഒരു വീണ്ടെടുപ്പിന് ഒരുക്കിയെടുക്കുന്ന വീടാണ് എൻ്റേത്. നവോമി നമ്മളെ തിരുത്തി പഠിപ്പിക്കുക. എന്തുവാ? കയ്പിൽ അവസാനിപ്പിക്കേണ്ടവൾ, കാലാപുറുക്കിൽ തീർന്നു പോകേണ്ടവൾ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, ഈ റൂത്ത് പോയി കാലാപുറുക്കി കൊണ്ടുവന്നപ്പം മെത്തഡിസ്റ്റുകാർ പറയുന്നൊരു വാചകം നവോമി അവിടെ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. എന്താ പറഞ്ഞു? കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രൂത്തിനോട് നവോമി പറഞ്ഞു, ഏതായാലും ദൈവം നമ്പരാൻ ഇങ്ങനെയൊക്കെ അങ്ങ് നടത്തിയാൽ മതി. എന്തുവാ? മെത്തഡിസ്റ്റുകാരെ, ഇങ്ങനെ നടത്താനല്ല, അങ്ങനെ നടത്താനാണ് അവൻ വന്നത്. എന്തിനാ? ഞാനും എൻ്റെ കുടുംബവും ഒരു വീണ്ടെടുപ്പിൽ സന്തോഷിക്കുന്ന വീടായി തീരാനാണ് ഈ രാത്രി കർത്താവ് നമ്മളെ വിളിപ്പിച്ചത്. തീർന്നില്ല. ഒരു വീണ്ടെടുക്കപ്പെട്ട വീട്ടിൽ 3 പ്രവൃത്തി ദൈവം ചെയ്യും. 3 പ്രവൃത്തി അവസാനിപ്പിക്കുക. 3 പ്രവൃത്തി. ഒരു വീണ്ടെടുക്കപ്പെട്ട വീടിൽ 3 പ്രവൃത്തികൾ സ്വർഗം ചെയ്യും. അത്ഭുതം, ആശ്ചര്യം, ആനന്ദം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട വീട്ടിൽ എൻ്റെ യജമാനൻ 3 വൻകാര്യങ്ങളെ ചെയ്യും. അത്ഭുതം, ആശ്ചര്യം, ആനന്ദം. ഞാനീ പറഞ്ഞ വാക്ക് വെറുതെ കേൾക്കണ്ട, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചെയ്താൽ മതി. നിന്റെ വിശ്വാസത്തിൻ്റെ വീണ്ടെടുപ്പിൽ എൻ്റെ കർത്താവ് നിന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളാണ്. നിന്റെ വീടിനെ ഒരത്ഭുതത്തിൻ്റെ വീടാക്കി, നിന്റെ വീടിനെ ഒരാശ്ചര്യത്തിൻ്റെ വീടാക്കി, നിന്റെ വീടിനെ ഒരാനന്ദത്തിൻ്റെ വീടാക്കി. ഒരു സ്തോത്രം പറയാൻ തോന്നുന്നോ നിങ്ങൾക്ക്? യേശുവേ, ഞാൻ ഈ വിശ്വാസയാത്ര ചെയ്തത് മൂലം എൻ്റെ വീടിനെ നീ ഒരത്ഭുതത്തിൻ്റെ വീടാക്കി, ഒരാനന്ദത്തിൻ്റെ വീടാക്കി, ഒരാശ്ചര്യത്തിൻ്റെ വീടാക്കി. ഈ രാത്രി അത് സാധിക്കാത്തവരാരെങ്കിലും ഈ ശബ്ദത്തിനരികിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിൻ്റെ വിശ്വാസത്തെ തിരുത്തി എഴുതുവാൻ ഒരജമാനൻ വരുന്നുണ്ട്. റിറ്റൻഷനിലല്ല, റിഡംഷനിൽ സന്തോഷിക്കാം. ഈ 75ാമത് കൺവെൻഷൻ 3 ഉറപ്പുകളോടെ നമുക്ക് തിരിച്ചു പോകാം. എന്താ? ഈ ആലയത്തിൽ 75 വർഷം ആരാധിച്ച തലമുറകളോട് ദൈവം പറയുന്നു,
നീ കണ്ണ് നനഞ്ഞുവിടിരിക്കണ്ട, നിന്നെ ഒരു വീണ്ടെടുപ്പിൻ്റെ വീടാക്കി തീർക്കാൻ കഴിയും. ഓബേദിനെ ഉയർത്തുവാൻ നിന്റെ കരങ്ങൾക്ക് ബലം തരുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. കറ്റ ചുമന്ന് കണ്ണുനീരൊഴുക്കിയവളെ ഒരു വീണ്ടെടുപ്പുകാരനെ ഉയർത്തി സ്തോത്രം ചെയ്യുവാൻ അരുമനാഥൻ വൻകാര്യം ചെയ്തു. കയ്യിലോട്ടൊന്ന് നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയൊക്കെ ഈ കരങ്ങളിലൊന്ന് വെച്ച് ഒരു വീണ്ടെടുപ്പിൽ സ്തോത്രം പറയാൻ. അതാണ് താങ്ക്സ് ഗിവിങ്. നാളെ നടക്കുന്ന താങ്ക്സ് ഗിവിങ് അതാ. എന്താ? ഞങ്ങളുടെ വീട് വീണ്ടെടുപ്പിൽ ആനന്ദിക്കുക. ഇതിനകത്ത് കരയാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. കാരണം കർത്താവെ, ഞങ്ങൾ തിരിഞ്ഞു നോക്കട്ടെ, ഞങ്ങളുടെ വീട് അത്ഭുതത്തിൻ്റെയും ആശ്ചര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വീടാക്കി തീർത്തവന് 1000 നന്ദി. അത് ഇതുവരെ ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം ഉയർത്തി പറയട്ടെ. ലെറ്റ് ദ വേർഡ് ബ്ലസ് യു. ഈ വചനം അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ നിങ്ങൾ ബലപ്പെടട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. വീണ്ടെടുപ്പിൽ ആനന്ദിക്കുവാൻ ഒരജമാനൻ നിൻ്റെ അരികിൽ വരുന്നു. എന്നെ കേട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ആരാധനയിൽ കർത്താവ് നമ്മളെ 3 തിരുത്തിയെഴുത്തലുകൾക്കായി വിളിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്ക് ആവർത്തിക്കുന്നില്ല. ദൈവം നമ്മോട് പറഞ്ഞു, ഞാൻ നിന്നെ തിരുത്തി എഴുതുവാൻ വരുന്ന ദൈവം. ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ, വെള്ളിയും ശനിയും ഞായറും ചേരുന്ന ജീവിതം. ആ ജീവിതത്തിൽ അരുമനാഥൻ 3 കാര്യങ്ങൾ ചെയ്തു ഓർത്തുകൊണ്ട് പോകാൻ വേണ്ടി. ഒന്ന്, എൻ്റെ കഥകളെ തിരുത്തി എഴുതിയൊരു ദൈവം. എന്താ കഥ? കൃപയുടെയും സ്തുതിയുടെയും വീടാക്കി എൻ്റെ ഭവനത്തെ തീർത്ത ഒരു ദൈവം. രണ്ടാമതവൻ പറഞ്ഞു, എൻ്റെ മാറകളെ തിരുത്തി എഴുതിയ ഒരു ദൈവം. തീർന്നില്ല, എൻ്റെ വിശ്വാസത്തെ തിരുത്തി എഴുതിയൊരു ദൈവം. ഈ രാത്രി 3 കൊച്ചു വാക്കുമായി നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എൻ്റെ വീട് ഒരു വീണ്ടെടുക്കപ്പെട്ട വീടായി തീരുമ്പോൾ അത്ഭുതവും ആശ്ചര്യവും ആനന്ദവുമായി ഈ പട്ടണത്തിൽ എൻ്റെ കർത്താവ് നിങ്ങളെ നിർത്തും. ഒരു നിമിഷം കൈയൊന്ന് ഉയർത്തിക്കേ, കണ്ണൊന്നടച്ചേ, എൻ്റെ കർത്താവിനൊരു നന്ദി പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് തിരികെ നോക്കിയേ. ഒരു കൊച്ചുവാക്ക് പ്രാർത്ഥിക്കണം ഈ ആരാധനയിൽ. എൻ്റെ യേശുവേ, എൻ്റെ വീടിനെ കയ്പിൽ നിന്ന് നീ കാലാപുറക്കിലേക്കും കാലാപുറക്കിൽ നിന്ന് വീണ്ടെടുപ്പിലേക്കും കൊണ്ടെത്തിക്കുന്നൊരു സർവശക്തനുണ്ട്. വിശ്വസിക്കുന്നൊരു സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ വചനം പറയണം. വിശ്വസിക്കാം ഈ ആരാധനയിൽ. എൻ്റെ കർത്താവേ, എൻ്റെ വീട്ടിൽ ഒരത്ഭുതവും ഒരാശ്ചര്യവും ഒരാനന്ദവും ഉണ്ടാക്കി തീർക്കുവാൻ നീ മതിയായ ദൈവം. നിന്നെ തിരുത്തി എഴുതുവാൻ ഒരു ദൈവം വരുന്നുണ്ട്, ഒരു യജമാനൻ വരുന്നുണ്ട്. ആ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ രാത്രി? എൻ്റെ യേശുവേ, നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന മക്കളെയും മരുമക്കളെയും ഓർത്തൊരു നന്ദി പറഞ്ഞേ. ഒരു പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകണം. യേശുവേ, എൻ്റെ വീടിനെ ഒരു വീണ്ടെടുക്കപ്പെട്ട വീടാക്കി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കയ്പിലായിരുന്നു, ഞങ്ങളെ നീ കാലാപുറക്കിൽ കൊണ്ടുവന്നു. എന്നാൽ ഞങ്ങളുടെ വീട് ആനന്ദിക്കുന്നു. ഒരു വീണ്ടെടുപ്പുകാരൻ ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വീണ്ടെടുപ്പുകാരനിൽ സന്തോഷിക്കുവാൻ എൻ്റെ വീടിനെ തിരികെ കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്നവർ ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയിട്ട് പറയുന്നു, അതൊരത്ഭുതമാ, അയ്യോ അതൊരാശ്ചര്യമാണ്, അതൊരാനന്ദമാണ്. ഇത് പറവാൻ എൻ്റെ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൈ ഒന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥനയോടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. എൻ്റെ കർത്താവേ, ലജ്ജിച്ചു പോകാമെന്ന എൻ്റെ വീട്
വിധി പറഞ്ഞ എൻ്റെ വീട്, അയ്യോ ഒരിക്കലും ക്രമപ്പെടില്ലെന്ന് പറഞ്ഞ എൻ്റെ വീടിനെ നോക്കി, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ എത്രയോ ദുഃഖിച്ചിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഞങ്ങളൊന്ന് വിശ്വസിക്കുക, ആ സമയത്ത് എൻ്റെ വീടിനെ തിരുത്തി എഴുതാനൊരു കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയണം ദൈവമക്കളെ. ആ സമയത്ത് എൻ്റെ വീടിനെ തിരുത്തി എഴുതുവാൻ ഒരു യജമാനൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ തിരുത്തി എഴുതിനെ ഒന്ന് ഓർക്കുന്നുണ്ടോ? ഒരു ദീർഘമായ ഓർമ്മ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഓർമ്മയുള്ളവർക്കൊരു നന്ദി പറയാം കർത്താവിനോട്. കർത്താവേ, ഞങ്ങളുടെ കിടക്കയ്ക്കരികിൽ നിങ്ങളെ തിരുത്തി എഴുതിയവനാ. നിങ്ങൾ തളർന്നിരുന്നപ്പോൾ ഞങ്ങൾ തിരുത്തി എഴുതിയവനാ. ഞങ്ങൾ കൈമലർത്തി ഇല്ലായ്മയിലിരുന്നപ്പോൾ ഞങ്ങളെ തിരുത്തി എഴുതിയവനാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു പുറപ്പാട് സംഭവിക്കാതിരുന്നപ്പോൾ നീ തിരുത്തി എഴുതിയവനാ. ഗ്ലോറി ജീസസ്. കർത്താവേ, നിനക്ക് മഹത്വം പറയാം. എൻ്റെ വീട്ടിൽ നീ ചെയ്ത അത്ഭുതങ്ങൾക്കൊരായിരം നന്ദി. നീ എൻ്റെ വീടിനെ ആശ്ചര്യത്തിൻ്റെ ഭവനമാക്കിയതിനൊരായിരം നന്ദി. എൻ്റെ ഭവനം ഇന്ന് ആനന്ദിപ്പാനിടയായത് നന്ദി. യജമാനനെ, എൻ്റെ യജമാനനെ, നീ എൻ്റെ വീടിനെ മറന്നില്ലല്ലോ. നീ എൻ്റെ ഭവനത്തെ മറികടന്നു പോയില്ലല്ലോ. മാറായിൽ നിനക്കൊരു മറുമരുന്ന് കണ്ടെത്തുവാൻ അവനുണ്ട്. നീ കാണാത്ത കൊമ്പിനെ കണ്ടെത്തുന്നവൻ യജമാനനാണ്. നിന്നെ ഉപേക്ഷിക്കുന്നില്ല. ഈ രാത്രി ആരെങ്കിലും ചില കല്ലറയ്ക്കരികിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂപ്പിയ കൈകളുടെ അരികിൽ അവനൊരു താക്കോലുമായി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നീ കാണാത്ത താക്കോൽ നിന്നെ ഏൽപ്പിക്കുന്നവൻ സർവശക്തനാ. ഈ വചനം കേട്ട് ദൂരെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ,